ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും തമ്മിലുള്ള വിവാഹശേഷം ക്രിസും ദിവ്യയും കൂടുതലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്ന് തന്നെ പറയാം. ഇവരുടെ വാർത്തകൾ പ്രത്യേകിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് എന്ന് പറയുന്നതായിരിക്കും സത്യം. ദിവ്യയും ക്രിസും പങ്കുവെക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ നിമിഷങ്ങൾക്കുള്ളിലാണ് ഏറ്റെടുക്കാറുള്ളത്. അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും. ഇപ്പോഴിതാ തങ്ങൾക്ക് ലഭിക്കുന്ന ബാഡ് കമന്റുകളെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ക്രിസിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ആരാധകരെല്ലാവരും അവിടെ ഏറ്റെടുക്കുകയാണ്. എങ്ങനെയാണ് ഭാര്യയുമായി ജീവിക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞങ്ങൾ എങ്ങനത്തെ ചിത്രങ്ങൾ എടുക്കണമെന്നും എങ്ങനത്തത് പോസ്റ്റ് ചെയ്യണമെന്നും നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിൻ്റെ ആവശ്യമൊന്നുമേയില്ല. ഇവിടെ ഇപ്പോൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നിങ്ങളിങ്ങനെ ഓരോന്ന് പറയുന്നു, ഞങ്ങളത് ബാധിക്കുന്നുമില്ല. നിങ്ങളിങ്ങനെ ഒരു വശത്തിരുന്ന് പറയുന്നതൊക്കെ തന്നെ നെഗറ്റീവായി തന്നെ കാണുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നു പോലുമില്ല. പ്രേക്ഷകരെല്ലാവരും പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ക്രിസും പറയുന്നത്. ക്രിസ് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിരിക്കുന്നത്. ഭാര്യയുമായി എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കാരും പറഞ്ഞു തരേണ്ട യാതൊരു കാര്യവുമില്ല. തരം താഴ്ന്ന കമന്റുകളാണ് ഇത്തരത്തിൽ വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നെക്കുറിച്ചും എന്റെ ഭാര്യയെക്കുറിച്ചും മോശമായ തലക്കെട്ടുകളോടെ വരുന്ന വീഡിയോകളെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ തന്നെയും ചില ചാനലുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഉടൻ താൻ നാട്ടിലേക്ക് വരുമെന്ന് ക്രിസ് പറഞ്ഞു. തരം താഴ്ന്ന രീതിയിൽ മോശമായി ഞങ്ങളെ ചിത്രീകരിക്കുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനം. ഞങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അയച്ചു തരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത്? ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. ഒരാളെയും അധിക്ഷേപിക്കാൻ ആർക്കും അധികാരമില്ല. ഞങ്ങൾ നിങ്ങളുടെ അടുത്തൊരു കാര്യത്തിനും വന്നിട്ടില്ല. എന്റെ കുടുംബജീവിതം എങ്ങനെ വേണമെന്നാരും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമേ ഇല്ല. പൈസയ്ക്ക് വേണ്ടി മോശമായതും അസത്യവുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ക്രിസ് പറയുന്നു. ഞങ്ങൾ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്ന വാർത്തയിലൊക്കെ വരാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നു. ഒരുപാട് പേർ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? നിങ്ങളിതൊക്കെ അറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ചോദിക്കാമായിരുന്നു, അറിയാമായിരുന്നു. ഇത്തരത്തിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങളൊരു ജോത്സ്യനും മുകളിലാണ്. ഞാൻ വിശ്വസിക്കുന്ന വലിയൊരു യൂണിവേഴ്സിനും മുകളിലാണ്. അവർക്ക് പോലും നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് സാധിക്കുമല്ലോ. അത്തരത്തിലാണെങ്കിൽ സമയവും ദിവസവും കുറിച്ചു തരണം. ഇത്തരത്തിലുള്ള കളിയാക്കലുകളാണ് കമന്റ് ബോക്സിൽ നിറയുന്നത്. ഭർത്താവിന്റെ സ്നേഹചുംബനം കിട്ടിയ സന്തോഷം പങ്കുവെച്ച് ദിവ്യ എത്തിയിട്ടുണ്ടായിരുന്നു. കിസ് ഡേയിൽ ഭർത്താവ് നൽകിയ സമ്മാനം ഈ ചുംബനമാണ് എന്ന് നടി പറഞ്ഞിരുന്നു. സംരക്ഷണമായി നിനക്ക് ഞാൻ നിനക്കൊപ്പമുണ്ട് എന്നാണ് നെറ്റിയിൽ ചുംബനം വെച്ചുകൊണ്ട് പറഞ്ഞത്. എനിക്ക് ധൈര്യമുണ്ട്, അതുപോലെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാനെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസും ദിവ്യയും അവരുടെ സ്നേഹം പങ്കുവെക്കുന്നു. എന്നാൽ അതിന്റെ താഴെ നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. ആരാധകർക്ക് അതൊക്കെ പറയാനും വളരെയധികം ഇഷ്ടമാണ്. നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.